നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് 2 ഗഡു ഒരുമിച്ച് ലഭിക്കുക? തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടും ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ഏപ്രിൽ മെയ് ഇനി 2 മാസങ്ങളിലെ പെൻഷനാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത്. ഇലക്ഷന് മുമ്പ് കഴിഞ്ഞ സർക്കാർ എല്ലാ പെൻഷനും നൽകിയിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. നമുക്കറിയാം, അടുത്ത തിങ്കളാഴ്ചയാണ്, മറ്റന്നാളാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ചയോട് കൂടി തന്നെ പുതിയ മന്ത്രിസഭാ യോഗവും ഉണ്ടായിരിക്കും. ആ യോഗം കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 25-ാം തീയതിയോ 26-ാം തീയതിയോ ആയിരിക്കും നമുക്ക് പണം ലഭിക്കുക. 2 മാസത്തെ ഗഡു ഒരുമിച്ചായിരിക്കും ലഭിക്കുക. മെയ് മാസത്തിലെ 1000 രൂപയും ഏപ്രിൽ മാസത്തിലെ 1000 രൂപയും കൂടി 2000 രൂപയാണ് അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടും ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പലർക്കും പല കാരണം കൊണ്ടായിരുന്നു അന്ന് അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റിജക്റ്റ് ആയ ആളുകൾക്ക് ഇപ്പോൾ വീണ്ടും അത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അന്ന് എന്ത് കാരണം കൊണ്ടാണ് റിജക്റ്റ് ആയതെന്ന് നോക്കി മനസ്സിലാക്കി അത് തിരുത്തി റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും പെൻഷൻ അപേക്ഷിക്കാം. അതുപോലെ തന്നെ അന്ന് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയതെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് അതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞത് വീഡിയോ കാണാത്ത ആളുകൾ വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ അപ്രൂവലായ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നീടും പെൻഷൻ ലഭിച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് സേവന പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പെൻഷൻ്റെ സ്റ്റാറ്റസ് എന്താണ്, എന്ത് കാര്യം കൊണ്ടാണ് പെൻഷൻ നമ്മുടെ അക്കൗണ്ടിൽ കയറാത്തത് എന്നിവയടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ പോർട്ടലിൽ നമ്മുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ പെൻഷൻ ID-യോ അതുമല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പറോ ഇതിലേതെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അക്കൗണ്ട് നമ്പറിലെ അക്കങ്ങൾ തെറ്റിമാറിയത് കൊണ്ട് പല ആളുകൾക്കും പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അത് അക്കൗണ്ട് നമ്പർ തിരുത്താൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അപേക്ഷ കൊടുത്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷയിൽ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് അറിയാനുള്ള ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഇത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.